നിങ്ങൾക്കറിയാം, കുലാലംപൂരിൽ നാളെ മുതൽ ഏഷ്യൻ സമ്മിറ്റ് നടക്കുകയാണ്. ASEAN സമ്മിറ്റ്. ഏകദേശം 10ഓളം ഏഷ്യൻ രാജ്യങ്ങളും പിന്നെ ഇൻവൈറ്റീസ് ആയിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് അതിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് ഇപ്രാവശ്യം വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അദ്ദേഹം ആ യാത്രയിലാണ്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അതിൽ പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെയുള്ള ധാരണ. അമേരിക്കൻ പ്രസിഡന്റിന് അൺസർട്ടനിറ്റി ആയിരുന്നു. അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നതിൻ്റെ പേരിൽ തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒഴിവാക്കിയത്. കാരണം അതിനകത്ത് വീണ്ടും ഈ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ വാറിനെ പറ്റി ട്രംപിനോട് ചോദിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അടുത്തിരിപ്പുണ്ട്. അവിടെ വെച്ച് അയാൾ ആ പഴയ രീതിയിൽ പറയും. അതേപോലെ തന്നെ പാകിസ്ഥാനെ പൊക്കിയടിക്കും. കാരണം ട്രംപിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പം അതിലോട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഇവർ തമ്മിലുള്ളത് നല്ല രീതിയിലോട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാസ്റ്റ് മൂവ്മെൻറ്റിൽ ട്രംപിൻ്റെ അറ്റൻഡ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അതിന് സ്കിപ്പ് ചെയ്തത്. അപ്പം ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് അമേരിക്കൻ അറിയാൻ സാധിച്ചാണ്. ട്രംപ് അറ്റൻഡ് ചെയ്യണം ക്വാഡിൻ്റെ അടുത്ത മീറ്റിംഗ് ഡിസംബറിൽ വെച്ച് ഇന്ത്യയിൽ നടക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ക്വാഡിൻ്റെ മീറ്റിംഗ് ഇന്ത്യയിൽ വെച്ച് നടക്കേണ്ടതായിരുന്നു. ലാസ്റ്റ് മൂവ്മെൻറ്റിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷനാണ് അതൊരു വിദേശകാര്യ വകുപ്പ് മന്ത്രിമാരുടെ പരിപാടിയായിട്ട് മാത്രം മാറ്റിയാൽ മതി എന്നും പറഞ്ഞിട്ട് അത് പിന്നീട് അവസാനം അമേരിക്കൻ കാരണം ഇലക്ഷനൊക്കെ അടുപ്പിച്ച്, കാരണം അയാൾ ഇലക്ഷൻ മത്സരിക്കാത്ത രീതിയിലോട്ട് പോയി. പിന്നീട് അത് അമേരിക്കയിൽ വെച്ച് അത് നടത്തി. അത് ബൈഡൻ്റെ നേറ്റീവ് സിറ്റി വെച്ച് നടത്തി. അതായത് ക്വാഡ് എന്ന് പറയുന്നൊരു ഫോറം എന്ന് പറയുന്നത് വളരെ പവർഫുൾ ഫോറമാണ്. ഇന്ത്യയും ജപ്പാനും അതേപോലെ തന്നെ ഓസ്ട്രേലിയയും അമേരിക്കയും ചേർത്ത്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇൻഡോ പസഫിക് ഓഷ്യനുമായിട്ടും മററ്റൈം സംഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റും സംഭവമാണ്. ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഈ രാജ്യങ്ങളും അമേരിക്കൻ ടെക്നോളജി ഈ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള ധാരണയിലാണ് ഇതുണ്ടായത്. ട്രംപ് വന്ന ശേഷമാണ് അതിന് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുന്നത്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഒറിജിനായിട്ട് 2-3 തലമുറയായിട്ട് അമേരിക്കയിൽ താമസിക്കുന്ന അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും അതേപോലെ തന്നെ ട്രംപിൻ്റെ മകനുമായിട്ട് അടുപ്പമുള്ള ഒരു ഇന്ത്യൻ ബിസിനസ്സുകാരനും റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ട് നല്ല ബന്ധമുള്ള അതിനൊക്കെ ഫണ്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ അയാളുമായിട്ട് സംസാരിച്ചു. ഞാൻ ഇവർ തമ്മിൽ ഈ അടുപ്പം ഈ പറയുന്ന പോലൊന്നും ആയിട്ടില്ല. ഇപ്പം അതേപോലെ അടുപ്പമായിരുന്നു. നമ്മൾ ഈ പറയുന്ന ഈ ജർമ്മൻ പത്രത്തിൽ കൂടെ ലീക്ക് ചെയ്ത് 4 പ്രാവശ്യം ട്രംപ് വിളിച്ചു എന്നൊക്കെ പറയുന്ന സത്യമാണ്. കാരണം അതേ ബന്ധമായിരുന്നു ഇവർ തമ്മിൽ. സ്ഥിരമായിട്ടും വിളിക്കുകയും കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ബന്ധമായിരുന്നു. അതിൽ ഒത്തിരി അങ്ങ് മാറി. ഇപ്പോൾ പല രീതിയിൽ ദീപാവലി ആഘോഷിച്ചു, അത് ചെയ്തു. ഇന്ത്യ റഷ്യൻ ക്രൂഡിൻ്റെ ഇറക്കുമതി കുറയ്ക്കുന്നു. അതേപോലെ ടാരിഫുമായി ബന്ധപ്പെട്ട് ചില ട്രംപിൻ്റെ ഡിമാൻഡുകൾ അംഗീകരിച്ചു. ഇതൊന്നും ട്രംപിന് ഒരു പ്രശ്നമേ അല്ലായിരുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അയാൾ പറഞ്ഞതാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ട്രംപിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മോദിയെയും BJPയും അതായത് വലത് രാഷ്ട്രീയമായ BJPയോട് താല്പര്യം ഉണ്ടായിരുന്നത് 2-3 ഫാക്ടേഴ്സിലാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ 15 വർഷമായിട്ട് ഗ്ലോബലായിട്ട് ഇസ്ലാമിക റാഡിക്കൽ ത്രെട്ടുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ അതിനെതിരെ ഇന്ത്യയുടെ സ്റ്റാൻഡ് വലിയ ഘടകമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ജിഹാദി ഇസ്ലാമിക റാഡിക്കൽസിനെതിരെ വലിയ സ്റ്റാൻഡാണ് ഇന്ത്യ എടുത്തത്. അതിനു മുമ്പ് മൻമോഹൻ സിംഗ് ആ ഒരു സ്റ്റാൻഡില്ല. കാരണം കോൺഗ്രസ്സിന് ഇന്ത്യയിൽ ഗ്ലോബലായിട്ടും ഇന്ത്യയിലും റാഡിക്കൽ ഇസ്ലാം ജിഹാദിനെതിരെ ഒരു പ്രത്യേക അജണ്ടയും സ്റ്റാൻഡും ഒന്നുമില്ല. അതിൻ്റെ പേരിൽ തന്നെയാണ് ഇന്ത്യക്കും സെറ്റ് ബാക്ക് ഉണ്ടായത്. ഇന്ത്യയിൽ എത്രയിടത്ത് ആ ബോംബ് വോട്ട് ചെയ്ത്. അപ്പം മോദി വന്ന ശേഷം അതായത് ഗ്ലോബലായിട്ടുള്ള ടെറർ ഇസ്ലാമിക സംഭവം, അതിനെതിരെ BJPയും വലതുപക്ഷം രാഷ്ട്രീയവും പ്രത്യേകിച്ച് മോദിയും എടുത്ത സ്റ്റാൻഡ്. ഈ വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ ഇടയ്ക്ക്, അതായത് ഇപ്പം മെലോനി ആണെങ്കിലും പല യൂറോപ്യൻ യൂണിയൻ്റെ യൂറോപ്യൻ രാജ്യങ്ങളിലെ വലതുപക്ഷ രാഷ്ട്രീയക്കാരും അതിനോട് യോജിക്കുന്നത്. കാരണം ഇവരെല്ലാത്തിനും കൺസർവേറ്റീവ് ക്രിസ്ത്യൻ കൺട്രീസാണ് ഇതിനകത്ത് ഭൂരിഭാഗവും.
അപ്പം അതിനോട് യോജിക്കുന്നവരാണ് മോദി. അതേപോലെ തന്നെ മോദിയുടെ പല സ്റ്റാൻഡും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും, കാരണം ഇന്ത്യ ടെററിസവുമായി ഇസ്ലാമിക ടെററിസവുമായി ബന്ധപ്പെട്ട കാശ്മീർ, അതേപോലെ തന്നെ ഇഷ്യൂവിൽ ഏറ്റവും കൂടുതൽ സെറ്റ് ബാക്കും വളരെയധികം ഡാമേജ് കിട്ടിയൊരു രാജ്യമാണ്. അപ്പം ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡുണ്ട് ഗ്ലോബൽ ഇസ്ലാമിക ടെററിസത്തിനെതിരെ. അപ്പം അതിനെ ട്രംപ്, ഇന്ത്യ ഈ ഒരു സ്റ്റാൻഡ് എടുക്കുകയും മോദിയോടും BJPയോടും ഈ പറയുന്ന RSSനോടും അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനും താല്പര്യമുണ്ടായി. ഇതാണ് ഇവരെ കൂടുതൽ അടുപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ട്രംപ് ആണെങ്കിലും നേരത്തെ ബോറിസ് ജോൺസൺ ആണെങ്കിലും കൺസർവേറ്റീവ് പാർട്ടി ആണെങ്കിലും മറ്റവരെല്ലാം അതിരൂക്ഷമായ രീതിയിലാണ് ഇസ്ലാമിക ഗ്ലോബൽ ടെററിസത്തിനെതിരെ സംസാരിക്കുന്നത്. അപ്പം അതിനകത്ത് ഒരു വിക്റ്റിമായ ഒരു രാജ്യമാണ് ഇന്ത്യ. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഒരു 10-15 വർഷം, അതായത് മോദി വന്ന ശേഷം നമ്മൾ ഇസ്രായേലുമായിട്ട് കൂടുതലെടുക്കുന്ന ശത്രു എന്ന് പറയുന്നത് അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയത് ഇസ്ലാമിക റാഡിക്കൽ ടെററിസമാണ്. അപ്പം അതുതന്നെയാണ് ഇസ്രായേലും ഫേസ് ചെയ്യുന്ന. ഹമാസ് ആണെങ്കിലും മറ്റുള്ള പല ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകൾ. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ബേസിക്കലി ഇവർ തമ്മിലുള്ള കൂടുതൽ അടുപ്പം ഉണ്ടായത്. റിപ്പബ്ലിക്കൻ പാർട്ടി ഗ്ലോബലായിട്ട് ഇസ്ലാമിക ടെററിസത്തിൻ്റെ പൊട്ടൻഷ്യലായിട്ട് അവർ നോക്കുന്ന ജൂയിഷ് എന്ന് പറയുന്ന ആ ഭാഗത്ത് മാത്രം ഒരു ചെറിയ രാജ്യമാണ്. പക്ഷേ ഇവരുടെ അടുത്ത പൊട്ടൻഷ്യലായിട്ടുള്ള എനിമി എന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് ആണ്, സെമറ്റിക്കായിട്ട് മറ്റുള്ള റിലീജിയനാണ്. അപ്പോൾ അതുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകുന്ന രീതിയിൽ മോദി പ്രവർത്തിച്ചു. അതേപോലെ തന്നെ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് മോദി നല്ല ബന്ധം ഉണ്ടാക്കി. കാരണം ഈ രാജ്യങ്ങൾ പോലും ഇസ്ലാമിക ടെററിസത്തെ ഭയക്കുന്നതാണ്. അപ്പം അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കി. അതായത് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും മറ്റു പല വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ ഒന്നാമത്തെ പൊട്ടൻഷ്യൽ എനിമി എന്ന് പറയുന്നത് ജിഹാദും ഇസ്ലാമിക റാഡിക്കൽസാണ്. രണ്ടാമത് അവർക്ക് ഏറ്റവും ഭയമുള്ളത് ഈ കമ്മ്യൂണിസമാണ്. അപ്പം മോദിയാണെങ്കിലും BJP ആണെങ്കിലും അവർ കമ്മ്യൂണിസത്തെ എതിർക്കുന്നത്. ഇതൊക്കെയാണ് ഇവർ തമ്മിൽ കൂടുതൽ അടുക്കാനും ഒരുമിച്ച് ചേരാനും മോദിയെ ഗ്ലോബൽ ലീഡറായിട്ട് ട്രംപ് അവതരിപ്പിച്ചതും കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചതിൻ്റെ പുറകിലുള്ള സംഭവം ഇതാണ്. ഇത് അവരുടെ ഒരു ഐഡിയോളജിക്കൽ രീതിയാണ്. അപ്പം അതിനിടയ്ക്ക് മണിപ്പൂരിലുണ്ടായ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ആദ്യം മോദി ട്രംപിനെ രണ്ടാം പ്രാവശ്യം പ്രസിഡൻ്റായിട്ട് കാണുന്നതിന് മുമ്പ് അപ്പം അവർക്കൊരു അപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു. ഇത്രമാത്രം ആൾക്കാർ അവിടെ മരിക്കുന്നു, അവിടുത്തെ അഡ്മിനിസ്ട്രേഷന് കഴിയില്ല. അതിൻ്റെ പേരിലാണ് അവിടെ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി അയാളെ അങ്ങ് മാറ്റിയത്. അതായത് ഇന്ത്യ ഈ പറയുന്ന ക്രിസ്ത്യൻസിനെതിരല്ല എന്ന് കാണിക്കാനും അദ്ദേഹം ശ്രമിച്ചു. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ പലയിടത്തും അനാവശ്യമായ രീതിയിൽ കള്ളക്കേസുകളൊക്കെ പ്രശ്നമുണ്ടാക്കി പലയിടത്തും കേസുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ക്രിസ്ത്യൻസിനെതിരെ കേസുകൾ വന്നു കഴിഞ്ഞപ്പം അവിടെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്ത് വലിയ പ്രശ്നമായി. ഉള്ള കാര്യം തന്നെയാണ്. ഈ പറയുന്നയാൾ ഒരു ഹിന്ദുവാണ്, വളരെ വർഷമായിട്ട് അവിടെ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നു. അപ്പം അയാൾ മനസ്സിലാക്കിയെടുത്തോളം മോദിയും ട്രംപുമായിട്ട് വീണ്ടും യോജിച്ച് അതേപോലെ പോകാൻ സാധിക്കും. കാരണം ഇവരെല്ലാം നേരിടുന്നൊരു പൊട്ടൻഷ്യൽ എനിമി എന്ന് പറയുന്നത് ജിഹാദും റാഡിക്കൽ ഇസ്ലാമും തന്നെയാണ്. ഇപ്പം ഈ അസിം മുനീറോ ആണെങ്കിൽ പാകിസ്ഥാനുമായിട്ടൊന്നും ട്രംപിന് അടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അസന്നിഗ്ധമായിട്ട് ഇയാൾ പറയുന്നത്. കാരണം പല ആവർത്തിയിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അവിടെ പാകിസ്ഥാന് F-16 മറ്റുള്ള പല റിപ്പയർ ചെയ്യുന്ന സ്പെയർ പാർട്സ് കൊടുക്കുന്ന തീരുമാനത്തിലായപ്പോൾ പോലും അത് അവിടെയുള്ള റിപ്പബ്ലിക്കൻസിനും ഡെമോക്രാറ്റ്സ് ഇന്ത്യ ലോബിങ് ചെയ്തു. അപ്പോൾ അതിനകത്തുനിന്ന് മാറിയിട്ട് പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ കൂടുതൽ ചൈനയുടെ കൂടെ അടുക്കുമ്പോൾ അത് പൊട്ടൻഷ്യലായിട്ട് അമേരിക്കയ്ക്ക് ത്രട്ടാണ്, അതുമല്ലാതെ ഇന്ത്യക്കും ത്രട്ടാണ്. ഇതിൻ്റെയൊക്കെ പേരിലാണ് അവർ ഇടപെട്ടത്. അതേപോലെ തന്നെ ഈ മനുഷ്യൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് യഥാർത്ഥ സത്യം എനിക്കറിയത്തൊന്നുമില്ല. കാരണം ഇയാൾ അവിടെയുള്ള ഇൻ്റലിജൻസ് സെക്യൂരിറ്റി എക്സ്പേർട്ടുകളോടൊക്കെ ചോദിച്ചിട്ടാണ് പറയുന്നത്. അതായത് പാകിസ്ഥാൻ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കിയ സമയത്ത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഫോഴ്സ് ചെയ്ത് അമേരിക്കയോട്, കാരണം പാകിസ്ഥാൻ്റെ ആ സമയത്ത് ഏറ്റവും വലിയ അലയൻസ് പാർട്ണറാണ്. അപ്പം ഫോഴ്സ് ചെയ്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് 3-4 പ്രാവശ്യം പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസ് ഇരിക്കുന്ന ഭാഗത്ത് അവിടെ ഈ ടെററായിട്ടുള്ള അതിനകത്ത് തന്നെ പല ഓർഗനൈസേഷൻ വന്ന് ഇത് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചു.
അപ്പോൾ അങ്ങനെ ഇന്ത്യ പറഞ്ഞതിൻ്റെ പേരിലും ഇസ്രായേൽ പറഞ്ഞതിൻ്റെ പേരിലും ആണ് അതിനൊരു സെക്യൂരിറ്റി കവറും അമേരിക്കൻ കോൺട്രാക്ടേഴ്സ് അവിടെ വരികയും അപ്പം അതിൻ്റെ പകുതി ചെലവ് പാകിസ്ഥാനും പകുതി ചെലവ് കുറച്ചൊക്കെ ചെലവ് ഇന്ത്യയാണ് കൊടുക്കുന്നത്. ഇതൊക്കെ അറിയാൻ ഇതിൻ്റെ യാഥാർത്ഥ്യം എനിക്കറിയത്തില്ല. കാരണം അമേരിക്കൻ കോൺട്രാക്ടേഴ്സാണ് അതിന് ചുറ്റും കാവൽ നൽകുന്നത്. കാരണം ഇത് നാളെ ഇന്ത്യയെ കൊണ്ടിട്ടരുത്, അല്ലെങ്കിൽ നാളെ അത് ഇസ്രായേലിൽ കൊണ്ടിട്ടരുത്. ഇത് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കും. അതിൻ്റെ പേരിൽ ഇന്ത്യയുടെയും കൂടെ ഒരു ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് അമേരിക്കൻ ഡിഫൻസ് കോൺട്രാക്ടേഴ്സ് ഇതിന് സെക്യൂരിറ്റി. അതേപോലെ തന്നെ പാകിസ്ഥാനുള്ള പല പട്ടാളത്തിൻ്റെ ഓഫീസേഴ്സിനെ അമേരിക്ക കൊണ്ടുവന്ന് കാറ്റർ ചെയ്ത് അവരുടെ ആളാക്കി. ഇതിൻ്റെ സെക്യൂരിറ്റി വലിയ പ്രശ്നമാണ്. കാരണം ഇന്ത്യയുടെ ഒരു വലിയ ഡിമാൻഡ്. കാരണം അമേരിക്ക ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് പൊട്ടൻഷ്യലായിട്ടുള്ള ഇന്ത്യയുടെ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഡിമാൻഡിൻ്റെ പേരിലാണ് അമേരിക്കൻ കോൺട്രാക്ടേഴ്സ് ഇവിടെ വന്നതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക. അത് ഈ പറയുന്നയാൾ എന്നോട് പറഞ്ഞത് അത് മോദിക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. അപ്പം ഇങ്ങനെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഈ സീസ്ഫയറിന് പെട്ടെന്ന് അവിടെ കൊണ്ട് ബോംബ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. കാരണം അത് ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള ത്രെട്ട് തന്നെയാണ്. അപ്പം അയാൾ പറയുന്നത് മറ്റുള്ള പല രീതിയിലും ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ട് അടിക്കാൻ പറ്റും. അതായത് പല ആവർത്തി അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. അത് നമ്മുടെ ജയശങ്കറും ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞതാണ്. അതുപോലെ ANIക്ക് കൊടുത്ത ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞതാണ്. അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ഇങ്ങനെ പെട്ടെന്ന് ഒരു അറ്റാക്കിന് പോകരുത്, അതിന് വേറെ പല വഴികളുണ്ട്, ആ രീതിയിൽ ശ്രമിക്കാം. പക്ഷേ ഇന്ത്യ അറ്റാക്കിന് പോയി. പക്ഷെ ഇന്ത്യ അവിടെ അറ്റാക്കിന് പോയി ക്ഷീണം ഉണ്ടായത് അത് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ട്രംപിനും അത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവർ തന്നെ പറഞ്ഞു ഈ രീതിയിൽ ഇന്ത്യ പോയി കഴിഞ്ഞാൽ അവരുടെ സെക്യൂരിറ്റി അതായത് ചോദ്യചിഹ്നമാകും. പിന്നെ ഇത് മുഴുവനും ചൈനീസ് സാധനങ്ങൾ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നാളെ ചൈന കയറി മേയാൻ സാധ്യതയുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത് മനസ്സിലാകാത്ത ചോദ്യങ്ങളുണ്ട്. അപ്പം ഈ ചോദ്യങ്ങളൊക്കെ ഞാനൊരു സെക്യൂരിറ്റി എക്സ്പേർട്ടൊന്നുമല്ല, ഞാൻ ഈ പറഞ്ഞതനുസരിച്ചാണ് പറയുന്നത്. ഇയാളുമായിട്ട് കോൺവെർസേഷനിൽ അപ്പം അതായത് പറഞ്ഞു വരുന്നത് അമേരിക്കയ്ക്ക് 1% പോലും താല്പര്യമില്ല ഇന്ത്യ പാകിസ്ഥാനുമായിട്ടൊരു പ്രൊലോങ് വാറ് പോകാനും താല്പര്യമില്ല. അല്ലാതെ പാകിസ്ഥാനെ ഒതുക്കാൻ വേറെ പല മാർഗങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട് അവരുടെ കയ്യിൽ. അതേപോലെ ചൈനയുമായിട്ട് ഇന്ത്യ ഈ ഒരു വാറോ മറ്റുള്ള പരിപാടിക്ക് പോകരുത്. ഇന്ത്യയുടെ ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടത് എക്കോണമിയാണ്. ഇന്ത്യ സ്ട്രെങ്തൻ ചെയ്യണം എല്ലാ രീതിയിലും. അതിനെല്ലാ സഹായം കൊടുക്കാൻ അമേരിക്ക തയ്യാറാണ്. അപ്പം അത് വന്ന ഈ രണ്ട് നേതാക്കളുടെ ഇടയിലും വന്നിരിക്കുന്ന അഭിപ്രായ വ്യത്യാസം മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയിൽ വന്ന് പ്രസിഡന്റ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ, അതായത് കോഡാണെങ്കിൽ ഏതെങ്കിലും, കാരണം അവർ സംസാരിച്ച് മാത്രമേ ഈ പറയുന്ന ട്രംപിൻ്റെ ഈ എല്ലായിടത്തും വളരെ ലൂസ് ടോക്കായിട്ട് ഇന്ത്യക്കെതിരെ പറയുന്നതും, അതേപോലെ തന്നെ പാകിസ്ഥാനി ആർമി ജനറലിനെ പൊക്കിയടിക്കുന്നതും ഷമാസ് ഷെരീഫിന് ചാൻസ് കൊടുക്കുന്നതൊക്കെ ഈ സത്യം പറഞ്ഞ് ഇന്ത്യയിൽ വലിയ ചോദ്യചിഹ്നമാണ്. അപ്പം ഇതിൻ്റെ അത്രമാത്രം എക്സ്ട്രീമായിട്ട് ട്രംപ് പോകേണ്ട ആവശ്യമുണ്ടോ? ഇത് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊരു വിരാമം കുറിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ട്രംപും ഇരുന്ന് സംസാരിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. അല്ലാതെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, നേരത്തെയൊക്കെ ASEAN മീറ്റിംഗൊക്കെ നടക്കുമ്പോഴാണ് ഇന്ത്യക്ക് അതിന് പ്രത്യേക റോളുണ്ട്. ഈ ചൈനയ്ക്കല്ല ഇതിൻ്റെ പ്രത്യേക റോളെന്ന് പറയുന്നത്. കാരണം ഇന്ത്യ പ്രസിഡന്റ് ട്രംപുമായി അമേരിക്കയുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഇപ്രാവശ്യം അവിടെ പോയി കഴിഞ്ഞാൽ ഈ ട്രംപ് വന്ന് അലമ്പാക്കും. അതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്ക് ആ ഒരു വെയിറ്റേജ് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് സ്റ്റാറ്റസ് താഴ്ന്നു പോയിട്ടുണ്ടോ? ഇതൊക്കെ വലിയ ചോദ്യചിഹ്നങ്ങളാണ്. അപ്പം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് അമേരിക്കയിലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരും പ്രസിഡന്റ് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനും കരുതുന്നത്. ആ രീതിയിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് രണ്ടു കൂട്ടരുടെ ആഗ്രഹം.